ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രൈമൽ പവർ മീഡിയ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഹരി കഥ എഴുതി സംവിധാനം ചെയ്ത് വിശാലി, പ്രിയ ഭവാനി ശങ്കർ, യോഗി ബാബു, സമുദ്രകനി എന്നിവർ കേന്ദ്രകഥാപാത്രങ്ങളെ അഭിനയിച്ച രത്നം എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ്. രത്നം ഒരു കിഡിലൻ മാസ് മൂവിയാണ്. കിഡിലൻ മാസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. അടിയും നല്ല രസമുള്ള ഒരു സ്റ്റോറിയും ഒക്കെ അടങ്ങിയ ഒരു മാസ് മൂവിയാണ്. ഈ സിനിമയിൽ ഫസ്റ്റ് തന്നെ ഒരു വളരെ വലിയൊരു ക്രൂരതാണ് കാണുന്നത്. ഭയങ്കര വലിയൊരു ക്രൈം, അതിന് നമുക്ക് തന്നെ മനസ്സലിയിക്കുന്ന രീതിയിലുള്ള ഒരു ക്രൂരതാണ് ഈ സിനിമയിൽ ഫസ്റ്റ് തന്നെ തുടക്കത്തിൽ കാണുന്നത്. പിന്നെ ഈ സിനിമയിൽ സത്യം പറഞ്ഞാൽ ഈ വിശാലിൻ്റെ എൻട്രി അത് സൂപ്പറായിരിക്കണം. വിശാൽ സൂപ്പർ കിട്ടിരൻ മാസമായിട്ടുണ്ട്. പിന്നെ അതുപോലെ യോഗി ബാബു നന്നായിട്ടുണ്ട്, സമുദ്രകനി സൂപ്പറായിട്ടുണ്ട്, പിന്നെ അതേപോലെ പ്രിയ ഭവാനി ശങ്കർ നന്നായിട്ടുണ്ട്. അഭിനയമൊക്കെ അടിപൊളി. സിനിമ തന്നെ ഫുൾ അടിപൊളി ഫൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വിഷ്വൽസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബി ജി എം സ്കോറൊക്കെ സൂപ്പറായിട്ടുണ്ട്. പാട്ട് വലിയ സുഖമൊന്നുമില്ല, കേട്ടിരിക്കുക അത്രേ ഉള്ളൂ. അത്ര എനിക്കൊരു പാട്ടുകൾക്ക് അത്ര ഇഷ്ടമായി തോന്നിയില്ല. പക്ഷേ അടിയൊക്കെ മാസ് അടി. പിന്നെ അതേപോലെ എന്താണ്, സിനിമേൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരു അടിപൊളിയായിരുന്നു. അതേമാതിരി സെക്കൻഡ് ഹാഫ് വേറെ ലെവലാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും സിനിമ മൊത്തത്തിൽ ഫുൾ എൻ്റർടൈൻ അടിപൊളി മൂവിയായിരുന്നു. ഈ സിനിമയിലത്തെ ഫൈറ്റൊക്കെ സൂപ്പറായിരിക്കണം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഫൈറ്റാണ്. പിന്നെ എന്താ പറയുക, ഒരു പ്രത്യേക തമിഴ്നാട് ബോർഡറിലുള്ളൊരു പ്രശ്നമാണ് സിനിമയിൽ. തിരുപ്പതിയാണ് മെയിനായിട്ട് സിനിമയിൽ വരുന്നത്. ആന്ധ്രയിലത്തെ ആൾക്കാർ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലത്തെ ആൾക്കാർ ആന്ധ്രയിൽ കടന്നിട്ടുള്ളൊരു പ്രശ്നങ്ങളൊക്കെയാണ്. നല്ല സിനിമ നന്നായിട്ട് നല്ലൊരു സ്റ്റോറി ഉണ്ട് സിനിമയിൽ. എന്തായാലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ഇവിടെ തന്നെ വരും. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം, ബൈ.